അതൊക്കെ കുറേ കാലമായിട്ട് UDF നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ള പ്രചാരവേരിയാണ്. ഗീബൽസും സിദ്ധാന്തമാണ് ഇവർ അംഗീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം, RSSനെയും സംഘപരിവാർ വിഭാഗത്തെയും BJPയെയും ശക്തിയായിട്ട് രാഷ്ട്രീയമായും ആശയപരമായും എല്ലാം എതിർത്ത് പ്രതിരോധിച്ച് നിലപാട് സ്വീകരിച്ച പാർട്ടി CPIM ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അന്ന് യഥാർത്ഥത്തിൽ ഈ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ RSSൻ്റെ പ്രമുഖ നേതാക്കളുമായിട്ട് സംസാരിച്ച് അവരുടെ വിവിധ പരിപാടികളിൽ ഗോൾവാൾക്കറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്ന ഫോട്ടോ സഖാവ് പിണറായി പുറത്ത് വിട്ടപ്പോൾ മാധ്യമങ്ങളെല്ലാം പലരും VD സതീശനോട് ചോദിച്ചു, ഈ ഫോട്ടോ സത്യമാണോ? സത്യമല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതിൻ്റെ ഡീൽ എന്താണ്? അതിന് മറുപടി പറഞ്ഞിട്ടില്ല. RSSുമായിട്ട് BJPയുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ പാർട്ടി UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ്സാണ്. അതിന് പല ഘട്ടത്തിലായി നേതൃത്വം കൊടുത്തത് VD സതീശനുമാണ്. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വാർത്ത കേട്ടു. ഒരു നേതാവ് പറയുകയാണ്, അത് ലീഗ് നേതാവാണ്. അദ്ദേഹം പറയുന്നത് തൃശ്ശൂരിൽ BJP ജയിക്കാൻ കാരണം CPIMൻ്റെ നിലപാട് കൊണ്ടാണെന്ന്. ഇവിടെ 2 പ്രാവശ്യമാണ് BJP അസംബ്ലിയിലും പാർലമെൻറ്റിലും ജയിച്ചത്. ഒന്ന് O രാജഗോപാലൻ നേമത്ത്, മറ്റൊന്ന് സുരേഷ് ഗോപി തൃശ്ശൂർ. നേമത്ത് ജയിച്ച ആ ജയം പൂട്ടിച്ചത് CPM ആണ്. എല്ലാവർക്കും അറിയാലോ, CPM ആണ്. ഇനിയിപ്പോൾ തൃശ്ശൂർ പൂട്ടിക്കണം. അതും പൂട്ടിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയായിരിക്കും. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് കാര്യമായ ഒരു കാര്യവും നേടാൻ ആ തൃശ്ശൂർ 7 മണ്ഡലത്തിലും സാധിച്ചില്ല. കോൺഗ്രസിൻ്റെ 84,000 വോട്ടാണ് കുറഞ്ഞത്. എന്നിട്ട് ലീഗ് നേതാവിനും കോൺഗ്രസ് നേതാക്കന്മാർക്കും ഇത് മനസ്സിലാകുന്നില്ല. 84,000 വോട്ട് ഒറ്റ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് കുറഞ്ഞു. ആ കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് 74,000 വോട്ടിന് BJP ജയിച്ചു. ഞങ്ങൾക്ക് 16,000-ലധികം വോട്ട് കൂടുതൽ കിട്ടി. 16,000-ലധികം വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടി. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് 84,000 വോട്ടിൻ്റെ കുറവാണ്ടായേ. അപ്പോൾ ആരാ BJPയെ ജയിപ്പിച്ചത്? കേട്ടോ, ഞാൻ പറഞ്ഞത് കേട്ടു. ആരാ ജയിപ്പിച്ചത്? ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. 84,000 വോട്ടിൻ്റെ കുറവുണ്ടാവുകയും ജയിച്ചിരുന്ന UDF 3ാം സ്ഥാനത്തേക്ക് പോവുകയും എന്നിട്ട് അവിടെ BJP ജയിക്കുകയും ചെയ്തു. അപ്പോൾ 74,000 വോട്ട് ജയിച്ചു, 84,000 വോട്ട് കോൺഗ്രസിൻ്റെ വോട്ടാണ്. പരമാവധി വോട്ട് അവർക്ക് കിട്ടി. ഞങ്ങൾക്കാണെങ്കിൽ വോട്ട് കുറഞ്ഞിട്ടുമില്ല, ഞങ്ങൾ 16,000 വോട്ട് കൂടുതൽ പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇത്രയും എല്ലാം കാര്യം പറഞ്ഞാൽ കോൺഗ്രസ്സിന് മുണ്ടാട്ടില്ല കേട്ടോ. അന്നേരം റിപ്പോർട്ടുകാരന് ഇതൊന്നും പറയാനുമില്ല. പറയണം ഇത് ഇങ്ങനെയാണെന്ന്. ആയില്ല, ഇനി ഒന്നും കൂടി പറയട്ടെ. നേമത്തെ കാര്യം പറയാം. നേമത്ത് UDFൻ്റെ വോട്ട് 29,000 കുറഞ്ഞു. UDFൻ്റെ വോട്ട് 29,000 കുറഞ്ഞു. UDFൻ്റെ സ്ഥാനാർത്ഥി കെട്ടിവെച്ച കാശ് കിട്ടിയില്ല, രാജഗോപാലൻ ജയിച്ചു. ഇതാണ് നിയമത്തുണ്ടായത്. ആ നിയമം പിന്നീട് ഞങ്ങൾ പൂട്ടിച്ചു. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരും പൂട്ടിക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ ഈ കടമ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി പറ. അതെ, കോൺഗ്രസിന് വേറെ ഒന്നും പറയാനില്ലല്ലോ. അതായത് ഈ തെരഞ്ഞെടുപ്പിലെ അവർ ഏറ്റെടുക്കേണ്ടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വികസന നിലപാടുകൾക്കെതിരായിട്ട് ആദ്യം മുതൽ രാഷ്ട്രീയമായി തീരുമാനിച്ചവരവർ. ലോകത്ത് ഒറ്റ പ്രതിപക്ഷമേ ഉള്ളൂ അങ്ങനെ, അത് കേരളത്തിലെ പ്രതിപക്ഷമാണ്. ഇത് ഒരു വികസന പ്രവർത്തനത്തോടും ഞങ്ങൾ സഹകരിക്കില്ല, അതിനൊക്കെ ഞങ്ങൾ എതിരാണ് എന്ന് വ്യാപകമായിട്ട് സംഘടനാപരമായി തീരുമാനിച്ച് പറഞ്ഞവരവർ. അതായിരിക്കും അവർക്ക് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. കാരണം നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, രാജ്യം ചർച്ച ചെയ്യുന്നില്ലേ? ഞങ്ങൾ ചർച്ച ചെയ്യുന്നതല്ലേ മുഴുവനതല്ലേ? അതെ, അതിനെന്താ സംശയമുള്ളത്? അവർക്ക് ഒന്നും പറയാനില്ല. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ
കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നല്ല മതിപ്പാണ് ജനങ്ങൾക്ക്. അത് വികസനം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് പറയാൻ അവർക്ക് ധൈര്യമില്ല. കാരണം എന്താ, അവർ വികസനത്തിനെതിരായിരുന്നു. നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള മുഴുവൻ വികസന പ്രക്രിയക്കും എതിരായിട്ട്, വിഴിഞ്ഞം പദ്ധതിക്കെതിരായിട്ട് കലാപം നടത്താൻ തീരുമാനിച്ചവർ. ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല, നമുക്ക് ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ജനങ്ങൾക്ക് അറിയാൻ ചെയ്യാം. ആ രീതിയിൽ കേൾക്ക് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. വികസന പ്രവർത്തനത്തിന് വേണ്ടി കഴിഞ്ഞ 10 കൊല്ലക്കാലം നമ്മൾ നടത്തിയ ഏറ്റവും ശക്തമത്തായ മുന്നേറ്റം, ലോകത്തിൽ തന്നെ മാതൃകയാവുന്ന രീതിയിൽ അതിദാരിദ്ര്യം പോലും അവസാനിപ്പിക്കാനുള്ള നിലപാട്, ഇനി ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള നിലപാട്. കേരളത്തിലെ ജനങ്ങൾ അമർത്യാസൻ പറഞ്ഞതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു നാട്, അതാണ് കേരളം. അവിടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഏത് സംസ്ഥാനത്തെക്കാളും മെച്ചപ്പെട്ടതാണ്. അതാണ് വികസനത്തിൻ്റെ അടിസ്ഥാനം. അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞു പോയാൽ ജനങ്ങൾക്ക് ഇതെല്ലാം കാണും, കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അത് തന്നെയാണ് കാര്യം. സതീശൻ പറയാൻ കാരണം കളവല്ലേ സതീശൻ്റെ മുഖമുദ്ര. നുണ പറയുക, രാവിലെ എഴുന്നേറ്റൊരു നുണ, പിന്നെ വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പ് 9 നുണ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ജാഥയിൽ മുഴുവൻ നുണയല്ലേ പറഞ്ഞു, ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ നുണയല്ലേ. ഞങ്ങളതല്ല ഓരോന്നോരോന്നായിട്ട് മറുപടി പറഞ്ഞിട്ടല്ലോ നമുക്ക്. ഇതൊന്നാമത്തെ നുണ, ഇതാണ് സത്യം. രണ്ടാമത്തെ നുണ, അതാണ് സത്യം. ഈ 100 സീറ്റ് കിട്ടുമെന്ന് പറയുന്നതിൽ അവർക്ക് കുഴപ്പമുള്ളൂ. അവർക്ക് എന്താ വല്ല സീറ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞാൽ അവർ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം ടേം അധികാരത്തിൽ വരും. അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാരണം ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയാണ് പറഞ്ഞിരുന്നത്. 1-ാം ടേം കഴിഞ്ഞ് 2-ാം ടേമിലേക്ക് വരുന്നതിന് മുമ്പ് കേന്ദ്ര ഏജൻസികളെ കൂടി ഉപയോഗപ്പെടുത്തി ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള പ്രചാരങ്ങൾ നടത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. 99 സീറ്റാണ് കിട്ടിയത്. അതിനൊന്നും മറുപടിയില്ല. വേണ്ട കേട്ടോ, മറുപടി കേക്ക്. ഇനി മറുപടി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ റിപ്പോർട്ടുകാരൻ പോയിട്ട് അത് ചോദ്യം ഞാൻ ഉന്നയിച്ചപ്പോൾ മറുപടി ബിഗാണോ നീ? മാറി ഇപ്പം കാര്യം മാറി. അപ്പോൾ അല്ലല്ല, ഞാൻ അതും കൂടി പറയട്ടെ. അതായത് മറുപടി ഇല്ല എന്ന് പറഞ്ഞാൽ മറുപടി അർഹിക്കുന്നില്ല എന്നാണ്. മറുപടി ഇല്ലായിട്ടല്ല, മറുപടിയെല്ലാം കൃത്യമായിട്ടുണ്ട്. മറുപടി ഓരോ നുണക്കും കൃത്യമായ മറുപടിയുണ്ട് ഞങ്ങൾക്ക്. അതില്ലാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും അധികാരത്തിൽ വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവർക്കിപ്പോൾ ആരാ മുഖ്യമന്ത്രി എന്ന് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതല്ലല്ലോ അവർ പറയുന്നത്. ഞങ്ങൾ ആദർശപരമായിട്ട് പറയുന്നില്ല എന്നാണ്. പറയാനില്ല. പറഞ്ഞല്ലോ, സുധാകരൻ പറഞ്ഞല്ലോ ആരാണ് മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ആള്. സാധ്യതയില്ല എന്നുള്ളത് പറയാം. ഇനി അഥവാ സാധ്യതയുള്ള ആരാന്നാ പറഞ്ഞത്? സുധാകരൻ, കെ സുധാകരൻ. കേട്ടില്ലേ? പറഞ്ഞു തീർക്കട്ടെ, ധൃതി പിടിക്കണ്ട. ആരെയാ പറഞ്ഞേ? സുധാകരൻ ആരെയാ പറഞ്ഞേ? പറ. ചെന്നിത്തല. എന്താ പറയുന്ന മടി? രമേശ് ചെന്നിത്തല പറഞ്ഞ ആന്ന് തരക്കേടില്ലാതെ മുഖ്യമന്ത്രി. പിന്നെ ആരാ പറഞ്ഞേ? PJ കുര്യൻ. എന്താ പറഞ്ഞേ? കുര്യൻ എന്താ? ഇവരെല്ലാം വലിയ സീനിയർ നേതാക്കന്മാരല്ലേ കേരളത്തിൽ. എന്താ പറഞ്ഞേ? ആരാന്നാ പറഞ്ഞേ? ചെന്നിത്തലയോ? കേക്ക് ആയിട്ടില്ല. ചെന്നിത്തലയാന്ന് പറഞ്ഞു. എന്താ കോൺഗ്രസ് നേതാക്കന്മാർ പലരും പറഞ്ഞത്? അക്കാര്യം മിണ്ടണ്ടെന്നാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു മിണ്ടാൻ പാടില്ല, മുഖ്യമന്ത്രി ആരാണെന്ന് നിങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. KC വേണുഗോപാലൻ പറഞ്ഞത് പിന്നെ തീരുമാനിക്കും. അതിൻ്റെ അർത്ഥം മൂപ്പറ തീരുമാനിക്കുന്നതാണ്. ഞങ്ങൾക്ക് എന്തിനാ കാര്യം? ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ കേരളത്തിൽ ഒരു PV മെമ്പർ മാത്രമേ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. അത് കേക്ക് ഞാൻ പറയുന്നു, നിങ്ങൾ ധൃതിപ്പെടണ്ട. അത് പിണറായി വിജയനാണ് തീരുമാനിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ 2 ടേം കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഒരാളെ തീരുമാനിച്ചു എന്ന് വന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാവും ആരാണെന്ന്. കേക്ക് അത് ജനങ്ങൾക്ക് മനസ്സിലാവും ആരാണെന്ന്. ആരാന്നാ ആന്നല്ലേ? അതാ. അപ്പോൾ അങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പിന്നീട് തീരുമാനിച്ചോളാം. അങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. അസംബന്ധം കളവിൻ്റെ വേറൊരു കാര്യം. അന്ന് RS ആയിട്ട് മത്സരിക്കുന്നുണ്ടോ? അന്ന് അവർക്ക് സംഘടനയുണ്ടോ? അല്ല, അന്ന് ജനസംഘം ഉണ്ടോ? മറുപടി പറ. ഉണ്ടോ? ഇല്ലല്ലോ. അത് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ അത് ഉൾപ്പെടെ മനസ്സിലാക്കി പറയണം. അത് VD സതീശൻ കളവല്ലേ പറയുക, നുണയല്ലേ പറയുക. RSS ഒന്നും മത്സരിക്കുന്നില്ല. അന്ന് അവരുടെ സംഘടനയായിരുന്ന ജനസംഘം മത്സരിക്കുന്നില്ല. എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ജനതാ പാർട്ടി ഉള്ളത്. ഞങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനവും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവരും അടിയന്തരാവസ്ഥക്കെതിരായിട്ട്, അടിയന്തരാവസ്ഥയെ അറബിക്കടലിലാക്കാൻ
അന്ന് എടുത്ത നിലപാട് യഥാർത്ഥത്തിൽ വർഗീയ ശക്തികൾക്കും അതുപോലെ തന്നെ അമിതാധികാര ശക്തികൾക്കും ഫാസിസ്റ്റ് രീതി കൈകാര്യം ചെയ്യുന്ന ഇന്ദിരാഗാന്ധിയുടെ നിലപാടിനെതിരായിട്ട് കോൺഗ്രസിൻ്റെ നിലപാടിനെതിരായിട്ട് എടുത്ത സമീപനമാണ്. അവർ പറയാതെ പറയുന്നത് ഞങ്ങൾ അടിയന്തരാവസ്ഥ ശക്തികളാണെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അന്ന് ഒരു ജനാധിപത്യ അവകാശം കൊടുത്തിട്ടില്ല, ഒരു ജനാധിപത്യ അവകാശത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ അനുവദിച്ചിട്ടില്ല. ഇതായിരുന്നല്ലോ നമ്മുടെ മുമ്പിലുള്ള ചിത്രം. അപ്പോൾ സതീശന് മറുപടി പറയാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നതാണ്. ആ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിന് പരാതി നൽകി പോലീസ് പിൻവലിക്കുകയുണ്ടായി. അതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ അതിൽ കണ്ടന്റിൽ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ പോലീസ് ഒരു പരാതി നൽകി അത് ഫേസ്ബുക്ക് പിൻവലിക്കുകയും ചെയ്യും. അതെ, കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ച് പിൻവലിച്ചുകൊണ്ടിരിക്കും. എല്ലാ കളവും അങ്ങനെ അങ്ങോട്ട് യേശുവില്ലല്ലോ. അപ്പോൾ ചിലതെല്ലാം പിൻവലിച്ച് പോകും. അത്രയേ ഉള്ളൂ. നിന്റെ ചോദ്യത്തിന്റെ സ്പിരിറ്റ് എനിക്ക് നന്നായിട്ട് അറിയാലോ. അതല്ലേ ഞാൻ പറഞ്ഞത്. മൂന്നാം ടേമും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അങ്ങനെയാണ് ജനങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അത്രയേ പറയുള്ളൂ. അത് അദ്ദേഹത്തെ പറ്റി മുഴുവൻ ആളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനും വേറൊരു നുണ, അത് വേറൊരു നുണയാണ്. കടകംപള്ളി സുരേന്ദ്രനോട് ചോദിക്കാം. അതെ, അതായത് ഒരു ക്ഷേത്ര നഗരി അവിടെ പ്രതീതിയായി വരേണ്ടത് ഹിന്ദുവാണ് എന്ന തനി വർഗീയത ഒരു ഭാഗത്ത്, അത് പറയുന്നത് ആരാ? BJP. വേറൊരു ഭാഗത്തൊരു സ്ഥാനാർത്ഥി പറഞ്ഞത് മതമാണ് പ്രശ്നം, വർഗീയത. അത് പറയുന്നത് ഒരു ലീഗ് UDF നേതാവ്. ഇതെല്ലാം കേരളത്തിൽ കാണുകയാണ്. ഈ വർഗീയ നിലപാടിനെതിരായിട്ട് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനത മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് വരണം. പിന്നെ രാഹുൽ മാക്കൂട്ട ഉൾപ്പെടെയുള്ളവരുടെ പിന്മുറക്കാർ നല്ലതുപോലെ കോൺഗ്രസിലും UDFലും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് പ്രതിഭക്കെതിരായി ആയംകുളത്ത് നടന്ന പരാമർശം. ആ പരാമർശം ഫ്യൂഡൽ ജീർണതയുടെ അങ്ങേയറ്റാണ്. ജനാധിപത്യ ശക്തികൾക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതാണ് സ്ത്രീ വിരുദ്ധതയാണ്. ആ സ്ത്രീവിരുദ്ധ പരാമർശം നടത്താൻ ഈ UDFൻ്റെ നേതാക്കന്മാർ നല്ല സാമർഥ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾ കാണുന്നു. ഇതിനെതിരായിട്ട് വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിക്കെതിരായിട്ട് അല്ല, ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് പിടിക്കാൻ പറയുന്നില്ലല്ലോ. അവർ പ്രഖ്യാപിച്ചല്ലോ ജമാഅത്തെ ഇസ്ലാമി. ഇന്നടുത്ത പ്രഖ്യാപനം നിങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. ഷാജിനെ മാത്രം പ്രശ്നമൊന്നുമല്ല, ഷാജി എവിടെ മത്സരിച്ചാലും വർഗീയത തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ എപ്പോൾ എല്ലാ പ്രസംഗത്തിലും അങ്ങനെ തന്നെയാണ്. വർഗീയവാദത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് ഷാജിൻ്റെ പ്രസംഗങ്ങൾ മുഴുവൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എല്ലാം ജീർണമായ ഈ UDFൻ്റെ സ്ത്രീവിരുദ്ധമായ വർഗീയമായ നിലപാടുകൾ, അതിന് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ശക്തനായ അല്ലെങ്കിൽ ശക്തമത്തായി പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ വർഗീയവാദികളുടെ പിന്തുണ നേടിക്കൊണ്ടാണ്. അത് വേണ്ടാന്ന് ഇവർ പറയുന്നില്ലല്ലോ. ഞങ്ങൾക്ക് വർഗീയവാദികളുടെ പിന്തുണ, ഞങ്ങൾ വർഗീയതക്കെതിരാണ് എന്ന് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി ഈ VD സതീശൻ. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിനെ ഒപ്പം ചേർക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇന്നലെ പ്രഖ്യാപിച്ചു, ഞങ്ങൾ യാതൊരു തരത്തിലുള്ള ഡിമാൻഡും വെക്കാതെ UDFന് അനുകൂലമായ പരസ്യമായ പ്രഖ്യാപനം, പരസ്യമായ ഫ്ലക്സ് എല്ലാം വെക്കാൻ പോവാണെന്ന്. ഒരൊറ്റ അക്ഷരം മിണ്ടിയോ? നിങ്ങളെന്താ ചോദിക്കാത്തത്? ഇനി പോയിട്ട് അവിടെ ചോദിക്കൂ.